വളരെ വലിയ അന്താരാഷ്ട്ര വ്യാപാര മൂല്യമുള്ള ഇന്ത്യയിലെ ഉഷ്ണമേഖല, ഉപോഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വളരെ നല്ല രീതിയിൽ വിള തരുന്ന അബിയു എന്ന എക്സോട്ടിക് പ്ലാന്റിനെ കുറിച്ചാണ് പറയുന്നത്. സപ്പോട്ടേസി കുടുംബത്തിൽപ്പെട്ട അബിയു വൃക്ഷം കാഴ്ചയിൽ മുട്ടപ്പഴ വൃക്ഷം പോലെയാണ്. ഇത് രുചികരമായ പഴങ്ങൾക്കും അലങ്കാര മൂല്യത്തിനും സാംസ്കാരിക പ്രാധാന്യത്തിനും ഭക്ഷ്യ ഔഷധ സവിശേഷത കൊണ്ടും വിജയകരമായി വളർത്താൻ കഴിയുന്ന പ്രദേശങ്ങളിലെ പഴവർഗ്ഗ പ്രേമികൾക്ക് ഇന്ന് വളരെ പ്രിയപ്പെട്ട ഒരു ഫലവൃക്ഷമാണിത്. ഇന്ത്യയുടെ പല ഭൂപ്രദേശങ്ങളിലും ഇന്ന് ഈ ചെടി സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുകയാണ്. എക്സോട്ടിക് പ്ലാന്റായ അബിയു ചെടിയുടെ സവിശേഷത വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പാരമ്പര്യ ഭക്ഷ്യ വൈദ്യ ഉപയോഗങ്ങൾ, പുനരുൽപാദനം എന്നിവയൊക്കെയാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടികളെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത അധികം പരിചരണമൊന്നും ആവശ്യമില്ലാതെ തന്നെ സീഡ്ലിംഗ് ചെടിയിൽ നിന്ന് 2 മുതൽ 3 വർഷത്തിനുള്ളിൽ ഫലം ലഭിച്ചു തുടങ്ങും എന്നുള്ളതാണ്. അധികം കീടബാധകൾ ഏൽക്കാത്ത ഒരു ചെടിയും കൂടിയാണിത്. 5 വർഷത്തിനുള്ളിൽ ഫലോൽപാദനം പൂർണ്ണമായി വർദ്ധിക്കുകയും ചെയ്യും. തെക്കേ അമേരിക്കയിലെ ആമസോണിയൻ പ്രദേശത്തു നിന്നുത്ഭവിച്ച ഈ ഫലവൃക്ഷം തെക്കു പടിഞ്ഞാറൻ വെനിസുല മുതൽ പെറു വരെയുള്ള ആൻഡീസിന്റെ താഴത്തെ കിഴക്കൻ ഭാഗത്ത് ഇത് വളരെയധികം വളർന്നു കാണപ്പെടുന്നു. ഇത് കൂടാതെ പെറുവിലെ ടിങ്കോമറിയ, ഇക്വിറ്റോസ് എന്നിവിടങ്ങളിലും ഇതുണ്ട്. ഇതിന്ന് സാധാരണയായി ഇക്വഡോറിലെ ഗ്വായാസ് പ്രവിശ്യയിൽ കാണാം. അത് അവിടുത്തെ നാട്ടുവിപണിയിൽ വളരെ പ്രചാരമുള്ള ഒരു പഴമാണ്. അബിയു കൃഷി ചെയ്യുന്നത് അമേരിന്ത്യന്മാരാണ്. അങ്ങനെ ഇത് ആമസോണിൽ വ്യാപകമായി പ്രചരിച്ചു. എന്നാൽ ആമസോണിന് പുറത്ത് ഈ പഴങ്ങളുടെ വിതരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആമസോൺ തടത്തിൽ വടക്ക് ബ്രസീലിയൻ സംസ്ഥാനമായ പാരയിലും ഇത് നല്ല രീതിയിൽ വളർന്നു കാണപ്പെടുന്നു. എന്നാൽ റിയോ ഡി ജനീറോയ്ക്കും ബഹിയയ്ക്കും സമീപമുള്ള അറ്റ്ലാന്റിക് മഴക്കാടുകളിൽ ഇത് വിരളമായി കാണപ്പെടുന്നു. ഇത് കൂടാതെ കൊളംബിയയിലെ കാക്വറ്റ, മെറ്റ, വാപ്പസ് തുടങ്ങിയ പ്രദേശങ്ങളിലും ഇത് കാണപ്പെടുന്നു. അതുപോലെ വെനിസുലയിലെ ആമസോണിലും ധാരാളമായി വളരുന്നു. ട്രിനിഡാഡിലും ഇത് വളരെ കാലമായി കണ്ടുവരുന്നുണ്ട്. ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് തുടങ്ങിയ തെക്കുകിഴക്കൻ ഏഷ്യയിലെ ചില ഭാഗങ്ങളിൽ ഇതിന്ന് പ്രാദേശികമായി തീർന്നിട്ടുണ്ട്. വർഷം മുഴുവൻ ഈർപ്പമുള്ളതും ചൂടുള്ളതുമായ കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിലാണ് ഇത് ഏറ്റവും നന്നായി വളർന്നു കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആമസോൺ നദീതീരത്തിലുടനീളം ഇത് വ്യാപകമായി കാണാം. പല ബ്രസീലിയൻ നഗരങ്ങളിലും വീട്ടുമുറ്റങ്ങളിലും തെരുവുകളിലും ഇന്ന് ഇത് സർവ്വസാധാരണമാണ്. എന്നാൽ അവർ ഇതിനെ വാണിജ്യപരമായി ഉപയോഗപ്പെടുത്തുന്നില്ല. അതിന്റെ പ്രധാന കാരണം ചെറിയ പ്രാണികൾ പ്രാദേശിക ആവാസ വ്യവസ്ഥയിൽ ഈ പഴങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്നതിനാലാണ്. എന്നാൽ ഇതിന്റെ പ്രചരണം നടന്ന മറ്റു പ്രദേശങ്ങളിൽ ഈ പ്രാണിശല്യം വ്യാപകമായി കാണുന്നില്ല. അമേരിക്കയ്ക്ക് പുറത്തെ പസഫിക് ദ്വീപായ താഹിതിയിൽ 1993 മുതൽ അബിയു വളരുന്നു. അബിയുവിന്റെ ആവാസ വ്യവസ്ഥ മിക്കവാറും ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണ്. കുറച്ച് തണുത്ത കാലാവസ്ഥയുള്ള ഡിയോ ഡി ജനീറോയിലും ഇത് നന്നായി വളരുന്നു. പെറുവിൽ 610 മീറ്റർ ഉയരത്തിൽ ഇത് വളരുന്നില്ല. എന്നാൽ കൊളംബിയയിൽ 1800 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ ചെടി വളരുന്ന രാജ്യങ്ങളിൽ വിവിധ പ്രാദേശിക ഭാഷകളിലാണ് ഇത് അറിയപ്പെടുന്നത്. ട്രിനിഡാഡിൽ ഇതിന്റെ പേര് യെല്ലോ സ്റ്റാർ ആപ്പിൾ, യെല്ലോ സപ്പോട്ട അല്ലെങ്കിൽ കൈമിറ്റ് എന്നാണ്. അവിടെ ഇതിന്റെ പർപ്പിൾ, ഗ്രീൻ സ്കിൻ ഇനങ്ങളും ഉണ്ട്. കൊളംബിയയിൽ ഇത് കെയ്മോ, കൈമിറ്റോ അമറില്ലോ അല്ലെങ്കിൽ മധുര ബർഡെ എന്നറിയപ്പെടുന്നു. ഇക്വഡോറിൽ ലൂമ അല്ലെങ്കിൽ കോജെ ആണ്. വെനസലയിൽ ടമരെ, പോർച്ചുഗലിൽ അബീറോ, ബൊളീവിയയിൽ കേപ്പി, ഖാനയിൽ അറിയപ്പെടുന്ന അലസയാണ് അബിയു ആയി മാറിയത്. അങ്ങനെ ബ്രസീലിൽ അബിയു എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇന്ന് ഇതിന്റെ ധാരാളം വകഭേദങ്ങൾ ലഭ്യമാണ്. തായ്വാനിൽ നിന്നുള്ള അബിയുവിന്റെ വലിപ്പം കുറച്ചു കൂടുതലാണ്. ഇതിന്റെ സ്വാദും മറ്റ് അബിയുവിൽ നിന്നും വ്യത്യസ്തമാണ്. അവയിൽ മിക്ക ഇനത്തിനും കരിക്കിനോട് സാദൃശ്യമുള്ള രുചിയാണെങ്കിലും ചിലത് പാൽപ്പൊടിയുടെ രുചിയാണ്. ഇതിന്റെ വേറിട്ട രുചിയും ചെറിയ മധുരവും കൊണ്ടാണ് ഇവ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. ഇതിന്റെ വിത്ത് തൈകൾ ഏകദേശം 3 വർഷം മുതൽ കായ്ക്കാറുമുണ്ട്. തെക്കേ അമേരിക്കയിലെ പല തദ്ദേശീയ ജനസമൂഹങ്ങളിലും അബിയുവിന് വലിയ സാംസ്കാരിക പ്രാധാന്യമുണ്ട്. അവിടെ അത് പലപ്പോഴും പരമ്പരാഗത ചടങ്ങുകളിലും ആചാരങ്ങളിലും ഉപയോഗിക്കുന്നു. അവിടെ ഈ പഴം അവരുടെ പരമ്പരാഗത വിശ്വാസങ്ങളിൽ പ്രതീകാത്മക പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ ഇതിനെ ദൈവത്തിന്റെ ഫലം അല്ലെങ്കിൽ സ്വർണ്ണഫലം എന്നൊക്കെ വിളിക്കുന്നു. ഉഷ്ണമേഖല, ഉപോഷ്ണമേഖലാ കാലാവസ്ഥകളിൽ ഇത് നന്നായി തഴച്ചു വളരും. നല്ല നീർവാർച്ചയുള്ള മണ്ണും ധാരാളം സൂര്യപ്രകാശവും ഇതിനാവശ്യമാണ്. കൂടാതെ ചെറിയ തണുപ്പ് കാലാവസ്ഥയും ഇത് അതിജീവിക്കും. ഉയർന്ന ഓർഗാനിക് കണ്ടന്റ് ഉള്ള നനഞ്ഞതും ചെറുതായി അസിഡിറ്റി ഉള്ള മണ്ണാണ് ഇത് ഇഷ്ടപ്പെടുന്നത്. അതായത് 5.5-നും 6.5-നും ഇടയിലുള്ള pH ശ്രേണിയാണത്. മണ്ണിന്റെ pH ലെവൽ സ്ഥിരമായി നിലനിർത്തിയാൽ ഈ ചെടി നന്നായി തഴച്ചു വളരും.
ആൽക്കലൈൻ മണ്ണിൽ ഇരുമ്പിന്റെ കുറവ് ക്ലോറോസിസ് പോലുള്ള രോഗങ്ങൾ ബാധിച്ചേക്കാം. നിങ്ങൾ ഇത് നട്ടുപിടിപ്പിക്കുമ്പോൾ ഇതിന്റെ തൈകൾ ദുർബലമായി ആയിരിക്കാം കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കാറ്റിൽ നിന്നും തണുത്ത കാലാവസ്ഥയിൽ നിന്നും ഇതിന് സംരക്ഷണം ആവശ്യമാണ്. താഴ്ന്ന പ്രദേശങ്ങളിലെ മഴക്കാടുകളിലാണ് ഇത് സ്വാഭാവികമായി വളർന്നു കാണപ്പെടുന്നത്. അതുകൂടാതെ തെക്കേ അമേരിക്ക, തെക്കുകിഴക്കൻ ഏഷ്യ, ആഫ്രിക്കയുടെ ചില ഭാഗങ്ങൾ അങ്ങനെ ലോകമെമ്പാടുമുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഇത് കൃഷി ചെയ്യുന്നു. 20 മീറ്റർ വരെ ഉയരത്തിൽ വളരാൻ കഴിയുന്ന ചെടിയാണ്. സാഹചര്യം അനുകൂലമാണെങ്കിൽ 35 മീറ്റർ വരെ ഉയരത്തിൽ ഇതെത്തും. ഇതിന്റെ തടി ഇടതൂർന്നതും ഭാരമുള്ളതും കാഠിന്യമുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ നിർമ്മാണ ആവശ്യത്തിന് ഇത് ഉപയോഗിക്കുന്നു. ഇടത്തരം വലിപ്പമുള്ള ഒരു നിത്യഹരിത വൃക്ഷമാണ് അബിയു. ദീർഘവൃത്താകൃതിയിലുള്ള തിളങ്ങുന്ന ഇരുണ്ട പച്ച ഇലകൾ ഇതിനുണ്ട്. ഇവയ്ക്ക് 10 മുതൽ 20 സെന്റിമീറ്റർ വരെ നീളവും 3.5 മുതൽ 6.5 സെന്റിമീറ്റർ വരെ വീതിയും ഉണ്ടാവാം. ഈ ചെടിയിൽ വർഷത്തിൽ നിരവധി തവണ പൂക്കൾ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഈ മരത്തിൽ ഒരേ സമയം പൂക്കളും കായ്കളും ഉണ്ടായി കണ്ടുവരുന്നു. ഈ വൃക്ഷത്തിൽ ചെറിയ വെളുത്ത പൂക്കൾ കുലകളായാണ് ഉണ്ടാകുന്നത്. നീളമുള്ളതും നേർത്തതുമായ തണ്ടുകളിൽ ഇവ ഇലകളുടെ കക്ഷത്തിലാണ് വളർന്നു കാണപ്പെടുന്നത്. 4 or 5 ഇതളുകളുള്ള ഇതിന്റെ പൂക്കൾ വളരെ ചെറുതാണ്. ഈ ഇതളുകൾ സിലിണ്ടർ ആകൃതിയിലുള്ളതും വെള്ള കലർന്ന പച്ച നിറത്തിലുള്ളതുമാണ്. ഈ പൂക്കൾ ദ്വിലിംഗങ്ങളാണ്. രാവിലെ വിരിയുകയും 2 ദിവസത്തോളം നിലനിൽക്കുകയും ചെയ്യുന്നു. പൂവ് മുതൽ പഴുത്ത കായ്കൾ വരെയുള്ള വളർച്ചാ സമയം ഏകദേശം 3 മാസമാണ്. ഇത് ഓരോ പ്രദേശത്തെയും കാലാവസ്ഥയ്ക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. സാധാരണയായി വസന്തത്തിന്റെ അവസാനം മുതൽ ശരത്കാലത്തിന്റെ ആരംഭം വരെയാണ് ഫലം ഉണ്ടായി കണ്ടുവരുന്നത്. എങ്കിലും പ്രാദേശിക കാലാവസ്ഥയും വളരുന്ന സാഹചര്യവും അനുസരിച്ച് ഇതിന്റെ സമയം വ്യത്യാസപ്പെടാം. ഇക്വഡോറിൽ ഇതിന്റെ പഴങ്ങൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കാണപ്പെടുന്നു. എന്നാൽ വർഷങ്ങളിലെ മറ്റു മാസങ്ങളിലും ഇതിൽ കായ്കൾ അപൂർവമായി ഉണ്ടായി കണ്ടുവരുന്നുണ്ട്. ചില ബ്രസീലിയൻ വിപണിയിൽ സെപ്റ്റംബർ മുതൽ ഏപ്രിൽ വരെ ഇത് വിൽപ്പനയ്ക്ക് എത്താറുണ്ട്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ബഹിയയിൽ ഇതിന്റെ ഒരു ചെറിയ സീസൺ കാണാറുണ്ട്. ഫ്ലോറിഡയിൽ ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ ഇതിന്റെ പഴങ്ങൾ ഉണ്ടാകുന്നു. ഓസ്ട്രേലിയയിലെ വടക്കൻ ക്വീൻസ്ലാൻഡിൽ ഇതിന്റെ വിളവെടുപ്പ് ജനുവരി മുതൽ മാർച്ച് വരെയാണ്. പ്രായപൂർത്തിയായ അബിയോ മരങ്ങൾ ഓരോ വർഷവും 100 മുതൽ 1000 പഴങ്ങൾ വരെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് പല ഇനത്തെ ആശ്രയിച്ച് വലിപ്പം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ പഴം വൃത്താകൃതിയിലോ ഓവൽ ആകൃതിയിലോ ഉള്ളതാണ്. മിനുസമാർന്നതും നേർത്തതുമായ ചർമ്മം പാകമാകുമ്പോൾ പച്ചയിൽ നിന്നും മഞ്ഞയായി മാറുന്നു. ഇതിന്റെ മാംസം അർദ്ധസുതാര്യവും ക്രീം മഞ്ഞയും മധുരവുമാണ്. ഇതിന്റെ ഉൾഭാഗത്ത് കസ്റ്റാർഡിന്റെ സുസ്ഥിരതയുള്ള വളരെ സുതാര്യമായ പൾപ്പുണ്ട്. അത് ഒരു സ്പൂൺ ഉപയോഗിച്ച് എളുപ്പത്തിൽ നിങ്ങൾക്ക് പുറത്തെടുക്കാവുന്നതാണ്. അതിൽ കുറച്ച് കടുപ്പമുള്ള ജെല്ലും കണ്ടേക്കാം. ഈ പഴത്തിൽ 1 മുതൽ 4 വരെ അണ്ഡാകാരമായ വിത്തുകളുണ്ട്. ഇവ എളുപ്പത്തിൽ നീക്കം ചെയ്യപ്പെടുകയും ഒട്ടിപ്പിടിക്കുന്ന പൾപ്പിന്റെ നേർത്ത പാളിയാൽ മൂടപ്പെടുകയും ചെയ്യുന്നു. ഈ പഴത്തിന് മധുരവും സൗമ്യമായതുമായ രുചിയുണ്ട്. ഇത് ഇനത്തിനനുസരിച്ച് പൈനാപ്പിളിന്റെയും കരിക്കിനോടുമൊക്കെ സാമ്യമുണ്ടാകാം. ഇത് ഐസ്ക്രീമിൽ ചേർത്തോ ഫ്രഷായോ ഒക്കെ കഴിക്കുന്നു. ഇതിന്റെ ഭക്ഷ്യ ഔഷധ ഗുണങ്ങൾ തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ പറയുന്നതാണ്. അബിയുവിന്റെ പഴുക്കാത്ത പഴത്തിൽ രുചിയില്ലാത്ത ലാറ്റക്സ് അടങ്ങിയിട്ടുണ്ട്. അത് വായുവുമായി സമ്പർക്കത്തിലാവുമ്പോൾ കട്ടിയാവുന്നു. ഈ പഴത്തിന്റെ രൂപത്തിലും വലിപ്പത്തിലും ഗുണത്തിലും ഇനത്തിനനുസരിച്ച് വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ചിലതിൽ മൃദുവായതും മറ്റു ചിലതിൽ ഉറച്ചതുമായ മാംസം കാണപ്പെടുന്നു. ചിലതിന് രുചി കുറവും മറ്റുള്ളതിന് രുചി കൂടുതലും ഒക്കെ ആവാം. പുട്ടമയോ നദിക്കരയിലുള്ള കൊളംബിയയിൽ ഒരിനത്തിന് വലുതും വൃത്താകൃതിയുമായ പഴങ്ങളുണ്ട്. അത് 4 വർഷത്തിന് ശേഷം പഴം ഉൽപ്പാദിപ്പിച്ചു തുടങ്ങുന്നു. കൊളംബിയയിലെ വാപ്പസിൽ 1 വർഷത്തിനുള്ളിൽ കായ്ക്കുന്ന ഇതിന്റെ മരങ്ങളുണ്ട്. ഈ മരങ്ങൾ ചെറുതും ചെറിയ പൾപ്പുള്ളതുമാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയ വ്യത്യസ്ത ഇനങ്ങൾ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അബിയോ മോളിക്യൂൾ, അബിയോ ഇൻഫ്രൂട്ട്, അബിയോ ഇസെട്രി ഫ്രൂട്ട്, അബിയോ എന്നിങ്ങനെ ധാരാളം ഇനങ്ങൾ. ആരോഗ്യകരമായ വളർച്ചയ്ക്കും ഈ ചെടിയുടെ ഫലോൽപാദനം ഉയർത്താനും വളപ്രയോഗം നടത്തേണ്ടത് അത്യാവശ്യമാണ്. വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപാദനം നടത്തുകയാണെങ്കിൽ വളപ്രയോഗത്തിനു മുമ്പേ മണ്ണിന്റെ പോഷകവും pH നിർണ്ണയിക്കാൻ ഒരു മണ്ണ് പരിശോധന നടത്തുന്നത് നല്ലതാണ്. ഈ ചെടിയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ ഇത് നിങ്ങൾക്ക് സഹായകമാകും. സമീകൃത വളം നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം അടങ്ങിയ NPK 8ന്റെയോ 10ന്റെയോ തുല്യ അനുപാതത്തിലുള്ള വളം ഉപയോഗിക്കാം. വളരുന്ന സീസണിൽ വളം നൽകുക. അതായത് പുതിയ വളർച്ച ആരംഭിക്കുന്നതിന് മുൻപ് വസന്തത്തിന്റെ തുടക്കത്തിൽ ആവശ്യമെങ്കിൽ വളരുന്ന സീസണിലും അധിക വളം നൽകാം. എന്നാൽ തണുത്ത കാലാവസ്ഥയിൽ വളപ്രയോഗം ഒഴിവാക്കുക. വളം നൽകുമ്പോൾ ചെടിയുടെ ചുവട്ടിൽ തുല്യമായി വിതറുക. ഇലയും തണ്ടുമായി വളത്തിന്റെ നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. വളം മണ്ണിലേക്ക് തുളച്ചു കയറി വേരിൽ സഹായിക്കുന്നതിന് വളപ്രയോഗത്തിന് ശേഷം ചുവട് നന്നായി നനയ്ക്കുക. ജൈവവളമാണ് നൽകുന്നതെങ്കിൽ കമ്പോസ്റ്റോ അഴുകിയ ജൈവവസ്തുക്കളോ നൽകാം. അമിതമായ വളപ്രയോഗം ഒഴിവാക്കുക. അത് പോഷകങ്ങളുടെ അസന്തുലിതാവസ്ഥയ്ക്കും വേരുകൾ കത്തുന്നതിനും ഇടയാക്കും. അബിയോ പ്ലാന്റിനെ ബാധിക്കുന്ന കീടങ്ങളും രോഗങ്ങളും ഫ്രൂട്ടീച്ച, മുഞ്ഞ, സ്കെയിൽ പ്രാണികൾ, ആന്ത്രാക്നോസ്, പൂപ്പൻ, റൂട്ട് ചീയൽ എന്നിവയാണ്. ഇവയുടെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കുക. ഇതിന്റെ ഉൽപാദനം ഏറ്റവും കൂടുതൽ വിത്തുകൾ മുഖേനയാണ്. അതുകൊണ്ട് തന്നെ മരത്തിൽ നിന്നും ലഭിക്കുന്ന പഴത്തിന്റെ ഗുണവും വലിപ്പവും വേരിയബിൾ ആയിരിക്കും.
വിത്തുകൾ മുളയ്ക്കണമെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് നടേണ്ടതാണ്. 2-3 ആഴ്ചയ്ക്കുള്ളിൽ മുളയ്ക്കുകയും ചെയ്യും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വൃക്ഷത്തിൽ നിന്നും അധികം വേരിയബിൾ അല്ലാത്ത പഴങ്ങൾ ലഭിക്കാനായി ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ് അല്ലെങ്കിൽ എയർ ലെയറിംഗ് മുതലായ മാർഗങ്ങൾ ഉപയോഗിക്കാം. ഉൽപാദന പ്രക്രിയയുടെ വിശദവിവരങ്ങൾ അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ ഡിഫറന്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാനിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സ്ആപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാനിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അബിയോ പഴം ഭക്ഷ്യയോഗ്യവും സപ്പോർട്ടുകളിൽ വെച്ച് ഏറ്റവും മികച്ചതുമാണ്. ഇത് സാധാരണയായി ഫ്രഷായി കഴിക്കാം. പക്ഷേ ചുണ്ടിൽ ഇതിന്റെ ലാറ്റക്സ് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതിനായി ചുണ്ടിൽ ഭക്ഷ്യ എണ്ണകൾ പോലുള്ള ഓയിലുകൾ പുരട്ടുക, അല്ലെങ്കിൽ പഴുത്ത പൾപ്പ് സ്പൂൺ ഉപയോഗിച്ച് പാത്രത്തിൽ ശേഖരിക്കുക. ഈ പഴത്തിന് മിനുസമാർന്ന ക്രീം ഘടനയും കാരാമലിനെയോ തേനിനെയോ അനുസ്മരിപ്പിക്കുന്ന സ്വാദുമുണ്ട്. പഴുത്ത പൾപ്പ് സ്പൂൺ ഉപയോഗിച്ച് പാത്രത്തിൽ ശേഖരിക്കുക. കുറച്ച് നാരങ്ങാ നീര് ചേർത്ത് ഫ്രിഡ്ജിൽ തണുപ്പിച്ചാൽ ഇതിന്റെ രുചി വർദ്ധിക്കും. അബിയുവിന്റെ മധുരമുള്ള പൾപ്പ് ഐസ്ക്രീമിൽ ചേർക്കാം. തൈരിൽ ചേർത്ത് രുചികരമായ പ്രഭാത ഭക്ഷണമായി ഉപയോഗിക്കാം. ഈ പഴം സ്മൂത്തികളാക്കി ചേർത്തോ ജ്യൂസ് ആക്കിയോ ഉന്മേഷദായകമായ പാനീയങ്ങൾ ഉണ്ടാക്കാം. രുചികരവും പോഷകപ്രദവുമായ പാനീയത്തിനായി മാമ്പഴം, പൈനാപ്പിൾ, പാഷൻ ഫ്രൂട്ട് പോലുള്ള മറ്റ് ഉഷ്ണമേഖലാ പഴങ്ങളുമായി ചേർത്ത് കഴിക്കാം. പൈകൾ, ടാർട്ടുകൾ, പുഡിങ്ങുകൾ, ഐസ്ക്രീമുകൾ എന്നിവ ഉൾപ്പെടെ പലതരം മധുര പലഹാരങ്ങളിൽ ഈ പഴം ഉപയോഗിക്കാം. ഇതിന്റെ മധുരമുള്ള സ്വാദും ക്രീം ഘടനയും ഇതിനെ വേവിച്ച മധുര പലഹാരങ്ങളിൽ ഒരു അസംസ്കൃത വസ്തുവായി കൂട്ടിച്ചേർക്കാം. പ്രിസർവ്സ്, ജാം, ഫ്രൂട്ട് കമ്പോട്ടുകൾ എന്നിവ ഉണ്ടാക്കാൻ ഇതിന്റെ പൾപ്പ് ഉപയോഗിക്കാം. ഇതിന്റെ പൾപ്പ് പഞ്ചസാരയും നാരങ്ങാ നീരും ചേർത്ത് വേവിക്കാം. അത് ടോസ്റ്റിൽ പരത്തുകയോ തൈരിനോ പാൻകേക്കുകൾക്കോ ടോപ്പിംഗ് ആയി ഉപയോഗിക്കാവുന്ന ഒരു സ്വാദുള്ള ജാം ആക്കാം. ഈ പഴം സോസുകളും രുചികരമായ വിഭവങ്ങൾക്കുള്ള ഡ്രസ്സിങ്ങും നിർമ്മിക്കാൻ ഉപയോഗിക്കാം. ഗ്രിൽ ചെയ്ത മാംസത്തിനോ സലാഡുകൾക്കോ വേണ്ടിയുള്ള രുചികരമായ സോസ് ഈ പഴത്തോടൊപ്പം പച്ചമരുന്നുകൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, വിനാഗിരി എന്നിവ ഉപയോഗിച്ച് നിർമ്മിക്കാം. കോക്ടെയിലിനും മോക്ടെയിലിനും രുചി നൽകാൻ ഈ പഴം നല്ലതാണ്. ഇതുപോലുള്ള പാനീയങ്ങൾക്ക് മധുരവും ഉഷ്ണമേഖലാ രുചിയും നൽകാൻ ഈ പഴം അതിന്റെ മിക്സിൽ ചേർക്കാം. ഉന്മേഷദായകമായ സർബത്ത് ഉണ്ടാക്കാൻ ഇതിന്റെ പഴം പഞ്ചസാരയും നാരങ്ങാ നീരും ചേർത്ത് ഫ്രീസ് ചെയ്ത് ഉപയോഗിക്കാം. അബിയു പഴം ഭക്ഷണമായി ഉപയോഗിക്കാവുന്ന ചില വഴികൾ മാത്രമാണ് ഇവിടെ പറഞ്ഞത്. ഇതിന്റെ വൈവിധ്യവും മധുരവും ക്രീം ഘടനയും പല വിഭവങ്ങൾക്കും പാനീയങ്ങൾക്കും ആഹ്ലാദകരമായ രുചി നൽകുന്നു. പ്രത്യേകിച്ച് ചൂടുള്ള മാസങ്ങളിൽ. അതുകൂടാതെ ഏതു സമയത്തും ഒരു ഉഷ്ണമേഖലാ ട്രീറ്റായി ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഈ പഴം രുചികരം എന്ന് മാത്രമല്ല, ധാരാളം പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ വിവിധ ആരോഗ്യ ഗുണങ്ങളും നമുക്ക് നൽകുന്നു. വൈറ്റമിനുകളും ധാതുക്കളും നിറഞ്ഞതിനാൽ അബിയു പഴം ആരോഗ്യത്തിന് വൈറ്റമിൻ സി, വൈറ്റമിൻ എ, വൈറ്റമിൻ B3 അല്ലെങ്കിൽ നിയാസിൻ, കാൽഷ്യം, ഫോസ്ഫറസ്, ഫൈബർ, പൊട്ടാഷ്യം എന്നിവയുടെ നല്ല ഒരു ഉറവിടമാണ്. വൈറ്റമിൻ എ ധാരാളം അടങ്ങിയതിനാൽ ക്യാരറ്റ്, തക്കാളി എന്നിവ പോലെ തന്നെ ഈ പഴവും നിങ്ങളുടെ കാഴ്ചയ്ക്ക് വളരെയധികം ഗുണം നൽകുന്നു. അത് നിങ്ങളുടെ കണ്ണുകളുടെ രോഗത്തിൽ നിന്നും സംരക്ഷിക്കും. 100 ഗ്രാം അബിയു പഴത്തിൽ ഏകദേശം 130 ഗ്രാം വൈറ്റമിൻ എ കാണും. ഈ പഴത്തിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും അണുബാധകളെയും രോഗങ്ങളെയും ചെറുക്കാനും സഹായിക്കുന്നു. 100 ഗ്രാം അബിയു പഴത്തിൽ നിങ്ങൾ ദിവസവും കഴിക്കേണ്ട വൈറ്റമിൻ സിയുടെ 122% ഉണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ B3 അല്ലെങ്കിൽ നിയാസിൻ നിങ്ങളുടെ ചർമ്മത്തിനും ദഹന വ്യവസ്ഥയ്ക്കും കേന്ദ്ര നാഡീവ്യൂഹത്തിനും വളരെ നല്ലതാണ്. നിക്കോട്ടിനോമൈഡ് അഡിനൈൻ ഡൈ ന്യൂക്ലിയോടൈഡ്, നിക്കോട്ടിനാമൈഡ് അഡിനൈൻ ഡൈന്യൂക്ലിയോടൈഡ് ഫോസ്ഫേറ്റ് എന്നീ 2 കോ എൻസൈമുകൾ വൈറ്റമിൻ B3 നിന്നാണ് ലഭിക്കുന്നത്. ഇത് ഗ്ലൂക്കോസും കൊഴുപ്പും നിർവീര്യമാക്കും. പ്രതിദിനം ആവശ്യമുള്ള നിയാസിന്റെ 34% ഏകദേശം 100 ഗ്രാം അബിയു പഴത്തിൽ നിന്നും ലഭിക്കും. ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ പഴത്തിന് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. ഇത് ശരീരവീക്കം കുറച്ച് ഹൃദ്രോഗം, സന്ധിവാതം, ചില അർബുദങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ ആരോഗ്യ അവസ്ഥകളുമായി ബന്ധപ്പെട്ട വിട്ടുമാറാത്ത വീക്കം എന്നിവയെ ശമിപ്പിക്കും. ഈ പഴത്തിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം രക്തസമ്മർദ്ദത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നതിലൂടെ ഹൃദയാരോഗ്യത്തിന് വളരെ വലിയ ഗുണം ചെയ്യും. രക്തസമ്മർദ്ദം ഉയർത്താൻ കഴിയുന്ന സോഡിയത്തിന്റെ പ്രവർത്തനത്തെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഒരു അവശ്യധാതുവാണ് പൊട്ടാസ്യം. അബിയു ഫ്രൂട്ട് പോലുള്ള പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യകരമായ രക്തസമ്മർദ്ദം നിലനിർത്തി ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കുറയ്ക്കും. ഈ പഴത്തിൽ കലോറിയും കൊഴുപ്പും കുറവാണ്, എന്നാൽ നാരുകൾ കൂടുതലുമാണ്. ഇത് ശരീരഭാരം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് പോഷകപ്രദമായ ഒരു ഓപ്ഷനാണ്. ഇതുപോലെ നാരുകളാൽ സമ്പന്നമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് വിശപ്പ് തോന്നാതിരിക്കുകയും മൊത്തത്തിലുള്ള കലോറി ഉപഭോഗം കുറയുകയും ചെയ്യുന്നു. ഈ പഴത്തിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി കൊളാജൻ ഉൽപാദനത്തിന് ആവശ്യമാണ്. ഇത് ചർമ്മത്തിന്റെ ഇലാസ്റ്റികതയും ഉറപ്പും നിലനിർത്താൻ സഹായിക്കുന്നു. കൂടാതെ അബിയു പഴത്തിന്റെ ആന്റി ഓക്സിഡന്റുകൾ പാരിസ്ഥിതിക ഘടകങ്ങൾ മൂലമുണ്ടാകുന്ന ഓക്സിഡേറ്റീവ് നാശത്തിൽ നിന്നും ചർമ്മത്തെ സംരക്ഷിക്കുകയും അതോടൊപ്പം ചർമ്മത്തിന്റെ ആരോഗ്യവും യുവത്വവും നിലനിർത്തുകയും ചെയ്യുന്നു. അബിയു പഴത്തിൽ ധാരാളം ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടെങ്കിലും ഇതിന്റെ ഔഷധ ഗുണങ്ങളും മനുഷ്യന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഫലങ്ങളും പൂർണ്ണമായി മനസ്സിലാക്കാൻ കൂടുതൽ ഗവേഷണങ്ങൾ ആവശ്യമാണ്. ഏതെങ്കിലും ഭക്ഷണക്രമത്തിന്റെ ഭാഗമായോ സപ്ലിമെന്റായോ സമീകൃത ആഹാരത്തിന്റെ ഭാഗമായി അബിയു പഴം കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് അടിസ്ഥാനപരമായി എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലുമായി ബന്ധപ്പെട്ടതിന് ശേഷം മാത്രം അബിയു പഴം കഴിക്കുക.
ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും pH ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ pH ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം. അതിന് ഐവി പാരഡൈസിന്റെ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷിമാർഗ്ഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സാപ്പിൽ ബന്ധപ്പെട്ട് വാങ്ങാവുന്നതാണ്. എക്സോട്ടിക് പ്ലാന്റായ അബിയോ ഫ്രൂട്ട് പ്ലാന്റിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടികളെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.